സ്വാദിഷ്ടമായൊരു നാടൻ വിഭവമാണ് ഇന്നുണ്ടാക്കുന്നത്. ഓട്ടട ഒരു 4 മണി പലഹാരമാണ്. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ തേങ്ങ ചുരണ്ടിയതുണ്ട്, 2 കപ്പ് പൊടിയാണ്, 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി, ഒരു 2 കപ്പ് വെള്ളം, ഞാനൊരു 6 കഷ്ണം ഇല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ചൂടായ ചീഞ്ചട്ടിയിലേക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഇട്ട് ഇളക്കുക. ശർക്കര നന്നായിട്ടൊന്ന് പതുക്കെ ഉടച്ചു കൊടുക്കുക. അതിങ്ങനെ ശർക്കര ഉരുകി പരുവാകുമ്പോൾ നമ്മളൊരു അരിപ്പ ഉപയോഗിച്ചൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. കാരണം ശർക്കരയിൽ പൊടിയൊക്കെ ഉണ്ടാവും, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ചട്ടി ചൂടാക്കിയിട്ട് ഈ അതേ ചട്ടിയിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങയിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു 5 മിനിറ്റോളം സിം ടു മീഡിയത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും അത് വിളഞ്ഞ് കിട്ടും നന്നായിട്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ ഒരല്പം ഉപ്പിട്ടിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. പരക്കുന്ന പരുവാണ് ആകണം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ പാകത്തിനാണ് നമ്മൾ കുഴയ്ക്കേണ്ടത്. എന്നിട്ട് എടുത്തു വെച്ചിരുന്ന വൃത്തിയാക്കിയ ഇലയിലേക്ക് ഓരോ 1.5 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് വളരെ കനം കുറച്ച്, കൈകൊണ്ട് പരത്താണ് എളുപ്പം, കനം കുറച്ച് പരത്തുക. ഇതൊരു മീഡിയം സൈസ് അടയാണ്. അരിക്കൊക്കെ നന്നായിട്ട് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടി കൂടിപ്പോയി അതിന് ടേസ്റ്റ് കുറയും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂർണ്ണം എന്നാണ് പറയുക. അതായത് തേങ്ങ വിളയിച്ചത്, ശർക്കരയും തേങ്ങയും വിളയിച്ചത് ഒരു പകുതി അടയിൽ മാത്രം നിരത്തി വെച്ചാൽ മതി. ഒരു പകുതി, ഒരു ഹാഫിൽ മാത്രം നിരത്തിയാൽ മതി. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം, കൂടുതൽ തേങ്ങ വിളയിച്ചത് മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം ഒരുപാട് മധുരമായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ദോശക്കല്ലിപ്പോൾ ഞാനൊരു സിം ടു മീഡിയത്തിലാണ് ഇടുന്നത്. ഇപ്പോൾ 2 ഒരുമിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നടുഭാഗം നടുക്കിലേക്ക് വരാൻ പാകത്തിന് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒരു ഭാഗം മുരിയുമ്പോൾ നമ്മൾ മറിച്ചിടുക. ഇതിപ്പോൾ 2ാമത് മറിച്ചിട്ടേക്കണതാണ്. മുകളിലത്തെ ഭാഗം താഴെയാക്കി വെച്ചിട്ടുണ്ട്. ഇല 2 വശവും ഇല കരിയുന്നതാണ് എൻ്റെ പാകം. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 5 മീഡിയം സൈസ് അടയ്ക്കുള്ളതാണ് കിട്ടിയുള്ളൂ. അങ്ങനെ ഇവിടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഈ ഓട്ടട നമുക്ക് ഗോതമ്പ് പൊടി വേണമെന്നില്ല, അരിപ്പൊടി കൊണ്ടും, അതായത് പത്തിരിയുടെയൊക്കെ പൊടി കൊണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. പത്തിരിയുടെ പൊടി കൊണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഗോതമ്പ് മാത്രം ചെയ്യാം, മൈദ മാത്രം ചെയ്യാം, അരിപ്പൊടി കൊണ്ട് മാത്രം ചെയ്യാം. ഇതൊരു 4 മണി പലഹാരമായിട്ടാണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കാറ്. ഇത് വളരെ ടേസ്റ്റിയാണ്.